എന്താ ഇത്? കുളിക്കുമ്പോ കഴിക്കാൻ പറ്റിയ ഒരു പ്രത്യേക സാധനം. ഈ ചൂട് ഷവറിൽ തണുത്തൊക്കെ ഇത് ഷവർ ചെയ്ത് അതേപോലെ പറ്റ തന്നെ ഇത് രാവിലെ ഒഴിക്കും രാത്രി ഉള്ളിൽ ഇങ്ങനെ കേട്ടോണാക്കുന്നു എന്താ കറണ്ട് പറ്റിയ ഞാൻ വിചാരിച്ചോളെ വെയിറ്റ് ലോസ് പോകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയാണ് അതറിയാം. അത് ഇത് കഴിക്കും നമ്മൾ കരുതുന്നത് അല്ലാതെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ആരും ചെയ്യാറ് ചേർക്കില്ല. അമ്മയുടെ ഓർമ്മയ്ക്ക് ആകെയുള്ളത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞു തന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ നോട്ടത്തിന് വില കൊടുക്കും, എന്നാൽ നാട്ടിന് വില കൊടുക്കില്ല. ഈ ലോകത്തെല്ലാം ഇങ്ങനെ അലങ്കാരമായിട്ട് കിടക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും വേണ്ട സന്തോഷിക്കാം. എന്ന് താമസിച്ചേക്കും സാവധാനം പല്ലേക്കും ലോകത്തിൽ എന്നും സമാധാനമായിട്ട് ഉറങ്ങും. പിന്നെ കഴിക്കാൻ മാത്രം എന്താ തീർത്തി. അതാ പറഞ്ഞത് നമ്മൾ നമുക്ക് തന്നെ വില കൊടുക്കുന്നില്ല. നമ്മുടെ നാക്ക് നമ്മുടെ വയറിന് പരിഗണിച്ചില്ല എന്താ സംഭവിക്കാൻ. എനിക്ക് അത് അറിയാം. ഓക്കെ കൂൾ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ എഡിഷൻ ആക്കി വരുന്നു. വണ്ടി ഓടിക്കുന്നേ അത് നിനക്ക് അറിയാം. ഞാൻ വീഡിയോ കോൾ ചെയ്തത് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മളെ കേൾക്കാൻ ഇപ്പോ ഓക്കെ എല്ലാവരും വന്നില്ലേ? ഓക്കെ റാഡിംഗ് പ്രോജക്ട് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. പി ജി ഗ്രൂപ്പ് നമുക്കൊരു കേക്ക് അയച്ചിട്ടുണ്ട്. സോ താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. സൂപ്പർ. ആൻഡ് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഹെൽത്ത് ടവർ പ്രോജക്ട്. ഇപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് നടന്നു കൊടുക്കണം. അവിടെ കാറ്റിൽ കുറച്ച് ശക്തി കൂടുതലാണ്. സോ എല്ലാം അവിടെ നിന്ന് ചെക്ക് ചെയ്യണം. 1 year പ്രോജക്ട്. സോ ഹൂ ഈസ് വില്ലിംഗ് ടു ഡു to make it? മുഖ്യമന്ത്രിയുടെ പറ്റില്ല. നേരത്തെ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മൾ തന്നെ വേണമെന്ന് പറയുന്നു. മോനിക്ക് എനിക്ക് തന്നെ ഓർമ്മയില്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ എന്താ റിപ്പോർട്ട് 4 വർഷമായി നമ്മൾ ഓഫീസിൽ എല്ലാവർക്കും അറിയും. ഈ അടുത്ത ഞങ്ങളുടെ ഡിവോഴ്സ് സൈൻ ചെയ്തത് രാത്രിയുള്ള ഒന്നാം പറ്റുന്നല്ലോ ബോസ്. സൈക്കാട്രിസ്റ്റിനെ കണ്ടപ്പോൾ ഒരു നോക്കാനും മാറിയില്ല. ഉറപ്പായിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നു. അത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴേക്ക് സാറി ഓഫറായിട്ട് വന്നില്ല. സാറിനെ കാണുന്നതാണ് സാറേ ഞാൻ ജയിലിൽ കൊണ്ടുപോയിട്ട് വിശ്വസിച്ച് പോകുന്നത്. എന്താ രാമിന്റെ അവസ്ഥകൾ എന്നാണല്ലോ വളരെ മോശം. എനിക്ക് എന്തായാലും അവിടെ പോയേ പറ്റും. അത്ര തീരുമാനം പറയാം.
ഈ കോട്ട പോകുന്നത് അവിടുത്തെ ഇതിലടിക്കുന്ന പോകുന്നത് ഒരാൾ മാത്രമേ സംസാരിക്കുന്നു. വിളിക്കെന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈൽ പോലെ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കണ്ടിക്കാറ് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രോജക്റ്റ് കഴിഞ്ഞു, പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പിന്നെ രാമില്ല ഡിവോഴ്സ്. ഇന്നത്തെ ലൈഫ് അവന്റെ വീട്ടിലായിരുന്നു. ഡിവോഴ്സിന് ട്രീറ്റ് സോറി എല്ലാവരും വിളിച്ചോട്ട് കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ താമസിച്ച് ഒരു റൂമിൽ കിടന്ന് ഉറങ്ങി അവനവന്റെ കാര്യം മാത്രം നോക്കി തനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ സംസാരിച്ചു. ഒരാളും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ആദ്യത്തെ വഞ്ചന മനസ്സിലായോ? വലിയ ബോധമുണ്ടോ? കളിക്കാം. ഞാനിവിടെ ജയിലിൽ കിടക്കാം. ഈ പ്രോജക്റ്റ് വെച്ച് എനിക്ക് ഇവിടെ എസ്കേപ്പ് ആവാം. നിനക്കിപ്പെന്താ? നിന്റെ പ്രോബ്ലംസ് ഉള്ളതാ പോലെ പിന്നെ എനിക്ക് പോകാനോ? നിന്റെ എല്ലാ പ്രശ്നവും സംസാരിക്കാൻ പോകും. ആദ്യം വന്നത് കണ്ടോ? നിന്റെ ലൈഫ് മാറാൻ പോവാ. ലൈഫ് വെണ്ടക്കൊരു പാസ് ഉണ്ടാക്കിയല്ലോ. Only husband name, you take care of the plan. ഇവിടെയാണെങ്കിൽ ബേസ്മെന്റ് നടക്കുമെന്ന് പൊളിക്കാൻ പോകുന്നത് അവരെന്തിനാ യോഗ്യ അങ്ങനെ സംസാരിക്കാതിരിക്കാനേ പറ്റില്ല. സ്നേഹിക്കുന്ന മുതൽ പുറമെ വരെ സംസാരിക്കും. എന്റെ സ്വപ്നത്തിൽ വരെ അത് സംസാരിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ പ്രേമിച്ചില്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ അറിയില്ലായിരുന്നു അവർ ഇത്രയും സംസാരിക്കുന്നു. അവർക്ക് തമ്മിൽ ശരിക്കും അറിയാത്തതുകൊണ്ട് കുറച്ച് സംസാരിക്കുന്നു. അതെനിക്ക് അവന് ഒരുപാട് ഇഷ്ടമായത്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അവൻ മലയാളം പറയാൻ തുടങ്ങി. കുപ്പ തുടങ്ങിയത് ഇപ്പോഴും നോക്കിയിട്ടില്ല. അതുപോലെ ആ കാര്യത്തിൽ നീ അവരോട് സംസാരിച്ചിരുന്നു. സംസാരിക്കാനാണ് പ്രശ്നം തോന്നുന്നു. പിന്നെ സംസാരിച്ചു ചോദിക്കും. നല്ല പോലെ അവരെന്ത് ചെയ്തോ സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പറയാറില്ല, കേൾക്കാനല്ലേ പറയാറ്. എനിക്കെന്താ പറയാനുള്ളത് ചോദിച്ചാൽ ഞാൻ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം നിന്നോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്. ആണ് നിനക്കിഷ്ടമുള്ളത്. നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്, എന്തിനാ ചിന്തിക്കുന്നത്? രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തിനാ? എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയണം, നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. എന്റെ ഉള്ളിൽ കോടിക്കണക്കിന് ചോദ്യങ്ങളുടെ മോനെ സംസാരം എന്റെ രക്തത്തിലുള്ളത്. അത് ശ്വാസം പോലെ ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. നീ എന്തിനാ നിർത്തം നോക്കുന്നത്? എങ്ങോട്ടാ? ഇത് വഴി ഇതിലേ പോകണ്ടേ? നിങ്ങൾ പോകുന്ന അവിടെ ഒരു പാമ്പുണ്ടാവും. എന്റെ അമ്മോ, ഇനി ശ്വാസം വിടാതൊക്കെ മനുഷ്യർ സംസാരിക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ കാര്യമായിരുന്നു. ഈ കാര്യത്തിൽ നിന്നെ കുറ്റം പറയുന്നത് അവൻ നിർത്താതെ സംസാരിക്കുന്നതാണ്. രണ്ടാമത്തെ പാചകം ചെയ്യാനാകും എന്തൊരു ഇഷ്ടമാണല്ലോ. അവൻ കാരണം ഡെയിലി 2 hours ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് വണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക. നോക്ക്, ഇത് നോക്ക്. നീ അവനെ കുറ്റം പറയാണോ അത് സുഖത്തിലാണോ? ഇതുപോലെ ഒരാളെ എനിക്ക് കിട്ടിയ അങ്ങനെ ഞാൻ എന്റെ അവനെ നീ എടുത്തു. അത് അവള് പറഞ്ഞു ശരിയല്ലേ? നീ എന്തിനാ ഏത് നേരത്തെ എന്താ കഴിക്കുന്നത്?